ഉദ്ദിത ദൈവമേ രക്ഷക സമാധാനമേ. ഡെയിലി വിത്ത് ഗ്രേസിലൂടെ അനേകം വ്യക്തികൾ നല്ല സപ്പോർട്ട് നൽകുകയും പ്രാർത്ഥിക്കുകയും നല്ല നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോ ബൈബിളിലൂടെ പ്രധാനമായും നൽകുന്ന ഏറ്റവും അന്തസ്വത്ത, ഒന്ന് ദൈവരാജ്യം, രണ്ട് സ്വർഗരാജ്യം, മൂന്ന് നിത്യജീവൻ. ഇത് മൂന്നും വളരെ ഒരുമിച്ച് ചേർന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് കർമ്മം ചെയ്താലും ആ കർമ്മത്തെ, നമ്മുടെ ജീവൻ്റെ മൂല്യത്തെ ദൈവം അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് സമ്പാദിച്ച് നന്മയിലൂടെ വളരുന്ന അവസ്ഥയാണ് നിത്യജീവിലേക്കുള്ള വളർച്ചയെന്ന് പറയുന്നത്. അതിൻ്റെ വലിയ രഹസ്യം ഈശോ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഉദാഹരണമാണ് ഞാൻ നിങ്ങളോട് പറയുകയാണ്. പണ്ട് അമ്മച്ചിമാർ അരി കഴുകുന്നതിന് മുൻപായിട്ട് ഒരു പിടി അരി എടുത്തിട്ട് മാറ്റി വെക്കും. എന്തിനാ? അത് ഇല്ലാത്ത സമയത്ത് എടുത്ത് ഉപയോഗിക്കാൻ. എന്നതുപോലെ തന്നെ ആ കാര്യം അമ്മച്ചിക്ക് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവരാജ്യവും നിത്യജീവനും സ്വർഗരാജ്യവും എന്ന് പറയാം. പ്രത്യേകിച്ച് നിത്യജീവനിലേക്കുള്ള സമ്പാദ്യം. അതായത് ഈശോ വ്യക്തമായിട്ട് പറയുന്നു, സ്വർഗരാജ്യം എന്നാൽ, നിത്യജീവിലേക്ക് വസിക്കുന്ന അവസ്ഥ എന്നാൽ വയലിൽ ഒളിച്ചു വെച്ച നിധി പോലെയാണ്. അതിനും വലിയ രഹസ്യമുണ്ട്. വയലെന്ന് പറയുമ്പോൾ വയലിൽ 3 കർമ്മങ്ങൾ നടക്കുകയോ, ഒന്ന് അതിൽ ഒരു വ്യക്തികളുണ്ട് പണിയെടുക്കാൻ, 2 വയലെന്ന സത്യമുണ്ട്, 3 വിളവുകൾ നൽകും. വിളവുകൾ എന്ന് പറയുന്നത് ഒത്തിരി ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള സമ്പാദ്യമാണ് വിളവുകൾ. ഈ വിളവുകൾ മൊത്തം എടുത്ത് തിന്നു തീർത്താനുള്ള അവസ്ഥ എന്താ? എന്നാൽ രഹസ്യമായിട്ട് വെക്കുമ്പോൾ തിന്നു തീർക്കപ്പെടുകയില്ല. അപ്പോൾ മാറ്റി നിർത്തപ്പെട്ട അവസ്ഥ. അപ്പോൾ ദൈവിക ജീവൻ്റെ മൂല്യം തന്നെ, മനുഷ്യൻ്റെ ജീവൻ്റെ മൂല്യം തന്നെയാണ് സമ്പത്തും സ്വർഗരാജ്യത്തുള്ള കാര്യവും. അങ്ങനെ ആയതുകൊണ്ടാണ് ഈശോ വ്യക്തമായിട്ട് വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന എളുപ്പം ഒട്ടകം സൂചിക്കലിലൂടെ കടന്നു പോവുകയാണ്. അതും വലിയ രഹസ്യം. എന്തുകൊണ്ടാണ്? അവൻ്റെ ജീവിതത്തിൽ ആ മൂല്യങ്ങൾ മുഴുവൻ അവൻ തിന്നുകുടിച്ച് ലൈംഗികപരമായിട്ടും മറ്റു കാര്യം സുഖിച്ച് ജീവിക്കുകയും അതോടൊപ്പം ജീവൻ്റെ മൂല്യം തീർത്ത് കളയുകയാണ്. എന്നാൽ അവൻ വിറ്റിട്ട് അത് മുഴുവനും ദൈവരാജ്യത്തിന് കൊടുക്കുമ്പോഴോ അത് ദൈവജീവനിൽ വേണ്ടി, ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവരാജ്യത്ത് അടച്ചുകൊണ്ട് ഉപകരിക്കപ്പെടുകയുന്നത്. അപ്പോൾ നമ്മുടെ ജീവൻ്റെ മൂല്യം നമ്മൾ ജീവിക്കുന്ന ഈശോ പറയുന്നില്ല, പക്ഷേ ജീവിക്കുന്നതോടൊപ്പം നിത്യജീവിതത്തിലേക്ക് സമ്പാദ്യമായിട്ട് സൂക്ഷിച്ചു വെക്കണം. അത് ആരും അറിയപ്പെടാതെ വെക്കുമ്പോൾ ആരും ഇവിടെ നശിപ്പിച്ച് കളയില്ല. ഇതുപോലെയാണ് നമ്മുടെ ഓരോ ജീവിതം. അങ്ങനെ നിത്യജീവിതത്തിലേക്ക്, സ്വർഗജീവിതത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് എല്ലാവരും വളർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒത്തിരി നന്ദി. ലൈക്ക്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ, ഷെയർ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ്